ഡെലിവറിക്ക് ശേഷം നിങ്ങളുടെ യോനിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെജൈനൽ ലാക്സിറ്റി ഇതിന് പരിഹാരമുണ്ടോ? ഇത് ദാമ്പത്യ ബന്ധത്തെ ബാധിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നാൽ എന്താണ് അതിന്റെ പ്രാധാന്യം? കോസ്മെറ്റോളജി അതായത് സൗന്ദര്യവർദ്ധനവ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെ? സൗന്ദര്യം മാത്രമല്ല, അതിന്റെ ഫങ്ഷൻസ്, നമ്മുടെ ഓരോ അവയവത്തിന്റെയും ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതും കോസ്മെറ്റോളജിയിൽ വരുന്നു. പണ്ടൊക്കെ കാലത്ത് നമ്മൾ ഡെർമറ്റോളജി എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ ഡിസീസസ് കാണിക്കാൻ മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കോസ്മെറ്റോളജി എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു സ്കിന്ന് അതിനെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കാനും അതിന്റെ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഗൈനക്കോളജിയിൽ കോസ്മെറ്റോളജി എന്ന് പറയുന്നത്. ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് PCOS ഒക്കെ ഉള്ളപ്പോൾ, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ളപ്പോൾ അമിത രോമവളർച്ച, അമിതമായ പിഗ്മെന്റേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ വളരെയധികം അലട്ടുന്നതാണ്. ഈ ഒരു പ്രോബ്ലത്തിന് നമ്മൾ ലേസർ ഉപയോഗിച്ച് ഉള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇതാവുമ്പോൾ ഡെലിവറി ഭാഗമായി നമുക്കറിയാം, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വയറിലുണ്ടാകുന്ന പാടുകൾ, അത് മരുന്നുകൾ കൊണ്ട് മാറ്റാൻ വളരെ പാടാണ്. അപ്പോഴും കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ ഉപയോഗം വരുന്നു. ലേസർ യൂസ് ചെയ്ത് ഈ പാടുകൾ നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന വജൈനയിൽ ഉണ്ടാകുന്ന ലാക്സിറ്റി, നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടുള്ള ഡെലിവറി എല്ലാം കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള കുട്ടി ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ വജൈന ലൂസ് ആവുകയും അതൊരു ഇന്റിമേറ്റ് ഹെൽത്തിനെ ബാധിക്കുകയും ചെയ്യുന്നു. പല ദാമ്പത്യ ബന്ധങ്ങളും തകരാറാവുന്നത് അവിടെയാണ്. ഇതിനും ലേസർ വഴി നമുക്ക് കോസ്മെറ്റോളജിയിൽ പരിഹാരമുണ്ട്. അത് വജൈന ടൈറ്റൻ ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു ഇന്റിമേറ്റ് ഹെൽത്ത് വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇഞ്ചക്ഷൻസ് ഉണ്ട്, കുറച്ച് PRP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഇഞ്ചക്ഷൻസ് വെച്ച് തന്നെ പലർക്കും ഒരു ഉദ്ധാരണ ശേഷി കുറവ് ഒരു 40 വയസ്സിന് ശേഷം വരുന്നു. ചില സ്ത്രീകളെങ്കിലും അത് ബുദ്ധിമുട്ടായി പറയാറുണ്ട്. പണ്ടൊന്നും ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് അഡ്രസ്സ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനും കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ പരിഹാരമുണ്ട്. പിന്നെയായി കാണപ്പെടുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഉണ്ടാകുന്ന യൂറിനറി ലീക്ക്. അതിനും സർജറി ഇല്ലാതെ തന്നെ കോസ്മെറ്റിക് ഗൈനക്കോളജി ലേസറിന്റെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് ടൈറ്റൻ ചെയ്യാനും അതുപോലെ യൂറിനറി ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ അറിയാതെ പോകുന്ന മൂത്രപോക്കിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള വളരെയധികം സങ്കീർണമായ സ്ത്രീകളുടെ അലട്ടുന്ന പ്രശ്നങ്ങൾ പലരും അത് വെളിയിൽ പറയാൻ മടിക്കുകയും അതുപോലെ തന്നെ അവരുടെ ഒരു സാമൂഹിക ബന്ധം അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഈ വക പ്രശ്നങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റുമായിട്ട് വളരെ തുറന്ന് സംസാരിക്കാനും അതിലൂടെയുള്ള പരിഹാരങ്ങൾ കോസ്മെറ്റിക് ഗൈനക്കോളജിയിലൂടെ നമുക്ക് പരിഹരിക്കപ്പെടാവുന്നതുമാണ്.